എത്ര നാളാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒളിച്ച് നടക്കുന്നത്? മണ്ടി, എന്തിനാണ് കരയുന്നത്? എനിക്കൊരു കഷ്ടപ്പാടുമില്ല, കരയാതിരിക്കൂ. എത്ര നാളായി ഞാനൊന്ന് കണ്ടിട്ടെ. ഒളിവിലാണെങ്കിലും ഞങ്ങൾക്ക് വളരെയേറെ ജോലിയുണ്ട്. കുറെ നാളായി ഞാൻ സ്ഥലത്തില്ലായിരുന്നു. വരൂ, നമുക്ക് ആ മലയുടെ മുകളിലേക്ക് പോകാം. നിന്നെ കാണാനുള്ള അത്യാർത്ഥി കൊണ്ടാണ് ഇവിടെ വരാനുള്ള ഏർപ്പാടുണ്ടാക്കിയത്. ഞാൻ തെറ്റാണ് ചെയ്യുന്നത്. രവി ഇതറിഞ്ഞാൽ എന്റെ പേരിലൊരു ചാർജാണ്. രവിച്ചേട്ടൻ ആ കുഞ്ഞുങ്ങളെ പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വിപ്ലവകാരിയെ സംബന്ധിച്ചിടത്തോളം മൃദുല വികാരങ്ങൾക്ക് സ്ഥാനമില്ല. പക്ഷേ എനിക്ക് നിന്നെ കാണുമ്പോൾ മമ്മൂട്ടി, ഇത് കണ്ടിട്ട് പോയിക്കോളൂ. നീ അവിടെ നിന്ന് ഒരടി അനങ്ങിയാൽ ഇവൾ മരിക്കും. മമ്മൂട്ടി, ഇവിടെ വരുന്നോ? മമ്മൂട്ടി, പുറത്തു വരുന്നോ? എടാ, നീ പുറത്തു വരുന്നതെന്ന്. അവളെ വിട്ടേക്കൂ. മമ്മൂട്ടി ചെയ്തതെല്ലാം തെറ്റാണ്. നബീഷെ കാണാൻ പോയത് തന്നെ ഒന്നാമത്തെ തെറ്റ്. രക്ഷപ്പെടാൻ മാർഗം ഉണ്ടായിരിക്കെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി പിടികൊടുത്തത് അതിലും വലിയ തെറ്റ്. എന്റെ അഭിപ്രായം മമ്മൂട്ടി ചെയ്ത തെറ്റിന് അയാളുടെ പേരിൽ നടപടിയെടുക്കണമെന്നാണ്. അയാൾ അകത്തായ സ്ഥിതിക്ക് ആ വിഷയം നമുക്ക് ഇനി ഒരിക്കൽ ആലോചിക്കാം. ഇപ്പൊ എന്റെ കാര്യത്തെ പറ്റി ഒരു തീരുമാനം എടുത്തു. ഇതാ, ഡിസ്ട്രിക്ട് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ ടൗണിൽ പോയി വർക്ക് ചെയ്യണമെന്നും അവിടെ തന്നെ താമസിക്കണമെന്നുമാണ്. ഇവിടുത്തെ ചുമതല നാണു ഏറ്റെടുക്കണം. അങ്ങനെ തന്നെ തീരുമാനിക്കാം. തന്നെയുമല്ല, ഞാൻ എഴുതി വന്നിരുന്ന പുസ്തകം പൂർത്തിയായി. അതൊന്ന് പബ്ലിഷ് ചെയ്യിക്കാനും ടൗണിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇന്ന് പോകണം. ഇന്ന് തന്നെ പോകണം. എന്നെ കൊണ്ടുപോകാനുള്ള കൊറിയർ ഇപ്പൊ വരും. എന്നാൽ നമുക്കിപ്പോ പിരിയാം. അയ്യോ, താൻ എന്തിനാണ് കൂടെ കൂടി ഇങ്ങോട്ട് വരുന്നത്? കളക്ടർ അമ്മാവൻ അപ്പുറത്തുണ്ട്. DSPയും മറ്റും മിക്കവാറും എന്നെ കാണാൻ വരും. ഞാനിന്ന് വിളിച്ചിരിക്കാൻ വന്നതല്ല. താൻ പേടിക്കണ്ട. ഒരു ചെറിയ സഹായം ചെയ്യാം. എങ്ങനെ? അതെ, ഞാൻ ഒരു നോവൽ എഴുതി. എന്റെ ജീവിതമാണത്, നമ്മുടെ നാടിന്റെ ജീവിതം. അതൊന്ന് പബ്ലിഷ് ചെയ്യിക്കാൻ ഒരു നിവർത്തിയുമില്ല. സോമൻ എന്ന തൂലിക നാമത്തിലാണ് ഞാനത് എഴുതിയത്. എനിക്ക് അഡ്രസ് ഇല്ലല്ലോ. പ്രസ്സുകാർക്ക് തന്റെ മേൽവിലാസം കൊടുക്കണം. ശരി, ഞാനിത് പ്രസിദ്ധീകരിപ്പിക്കാം. ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമെങ്കിലും നടക്കുമല്ലോ. താൻ അതൊക്കെ ഒന്ന് ഇടപാട് ചെയ്ത് കൊടുക്കണം. ഓ യെസ്. എന്നാൽ തന്നെ വിഷമിപ്പിക്കാതെ ഞാൻ പോട്ടെ. നീ എത്ര നാളാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്നത്? ഞാൻ കാരണമാണ് പോലീസ് പിടിക്കാനിടയായത്. അങ്ങനെ ഒന്നും വിചാരിക്കാനില്ല നബീസ. വരുന്നതെല്ലാം സഹിക്കുക. ഇവിടുന്നും കൊണ്ടുപോകാവുന്നതെല്ലാം പോലീസുകാർ കൊണ്ടുപോയി. കുഞ്ഞുങ്ങളുടെ സ്ലേറ്റും പുസ്തകവും വരെ. അവർ അച്ഛനെ കണ്ടിട്ട് 1.5 വർഷമായി. എന്റെ മക്കൾക്ക് അച്ഛന്റെ ഒരു ഫോട്ടോ പോലും കാണാനില്ല. ഇതാ നോക്ക്. അദ്ദേഹത്തിന്റെ ഈ ഫോട്ടോയും അന്ന് പോലീസുകാർ വലിച്ചിളക്കിക്കൊണ്ടുപോയതാണ്. ഇന്നലെ എന്റെ മോള് ഒരു മാല കെട്ടി അച്ഛന്റെ പടത്തേലിടട്ടെന്നും പറഞ്ഞ് കൊണ്ടിട്ടിരിക്കുകയാണ്. ചേച്ചിയുടെ സ്ഥിതി ഓർക്കുമ്പോ
എന്റെ വിഷമം നിസ്സാരമാണ്. ഇവിടത്തെ ചെലവൊക്കെ എങ്ങനെ നടത്തും ചേച്ചി? എങ്ങനൊക്കെയോ ഇതുവരെ ഉന്തിത്തള്ളി നീക്കി കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടുന്നത് എങ്ങനെയാണ്? ചേട്ടനെന്റെ തലയിൽ മണ്ണ് വാരിയിടാൻ വരുന്നു കൊച്ചുമാ. എന്തിനാണ് തലയിൽ മണ്ണ് വാരിയിടുന്നത്? അവൾ എന്റെ തലയിൽ മണ്ണ് വാരിയിട്ടതോ? മോനെ, അവള് കുഞ്ഞല്ലേ. അയ്യോ, അരിവെന്തോന്ന് നോക്കട്ടെ. വാമോളെ. ഇക്കാക്ക വരുമ്പോൾ ഞാൻ ചേട്ടന് നല്ല അടി തരിക്കും. എടി, ഇക്കാക്കാരുടെ കാര്യം കൊച്ചുമാരുടെ മുമ്പിൽ വെച്ച് പറയല്ലേ? നമ്മ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞ? ആ, കൊച്ചുമ്മ കരയും. ഇല്ല പോലെ. ആ, ഇതേണ്ട കൊച്ചമ്മയ്ക്ക് ഇപ്പോഴേ സങ്കടം വന്നു. നീ ഇവിടുന്ന് എനിക്ക് പോകണേ. നീ ഇവിടെ ഇന്നാലേ ഇക്കാക്കായ പോലീസുകാർ വലിയ കാര്യമൊക്കെ പറഞ്ഞ കൊച്ചുമ്മയെ കരയിക്കും. എന്തോന്നാ പിള്ളേരെ ഇവിടെ? അപ്പുറത്തെങ്ങനെ പോയി കളിക്കും? എനിക്ക് പോടാ പോ. അയ്യയ്യേ, ഇതെന്തൊരു കരച്ചിലാണ് നബീസ. ഏതായാലും വന്നതൊക്കെ വന്നു. വാപ്പായുടെ വഴക്ക് മാറാൻ വേണ്ടി കട തുറന്ന് കച്ചവടം നടത്താൻ നോക്കണം. ഉള്ളതുപോലൊക്കെ മതി. എനിക്ക് എന്താ ഉറക്കത്തിലും മണവാട്ടിയെ പറ്റിയാണോ വിചാരം? ഞാനെന്തോ സ്വപ്നം കണ്ടതാ. കൊച്ചുമാ, ഇമ്മിണിപ്പൂട്ട്. ഞാൻ കൊച്ചുമ്മ അല്ല. ഇമ്മിണിപ്പൂട്ട് താ കൊച്ചുമ്മ. ഞാൻ അമ്മിണിയാ. ആ, അമ്മിണി കൊച്ചുമ്മ, ഇമ്മിണിപ്പൂട്ട്. കാശ് തന്നാൽ പുട്ട് തരാം. ആ, നീ മാറ്. നിനക്ക് കച്ചവടം ചെയ്യാൻ അറിയത്തില്ല. ചേട്ടന്മാര്. അപ്പു, അവളവിടെ ഇരിക്കട്ടെ. അവക്ക് കച്ചവടം ചെയ്യാൻ അറിയത്തില്ല കൊച്ചുമ്മ. പുട്ട് തിന്നുന്നതിനും വില കാശ് ചോദിക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ അങ്ങനെയേ കച്ചവടം ചെയ്യുന്നു, അല്ലേ മോളെ? കൊച്ചുമ്മ ഇല്ലേ വരുന്ന്. എന്റെ പൊന്നും കൂടെ ഐഡി സാറേ, വലിയ വസ്തുവും വകയൊന്നും ഇല്ലെങ്കിലും ഈ നാട്ടിലെ എനിക്കുള്ള സ്വാധീന ശക്തിയെ പറ്റി നിങ്ങൾക്ക് വലിയ പിടിയൊന്നും. ഈ ഒളിച്ചിരിക്കുന്നവന്മാരെ എല്ലാം നുള്ളിപ്പെറുക്കി ഞാൻ കയ്യിലോട്ട് ഏൽപ്പിക്കാം. ആ രവിയെ പറ്റി വല്ല വിവരവും കിട്ടുകയാണെങ്കിൽ ഏമാനോട് ഇന്ന് പറഞ്ഞു വെക്കല്ലേ? എന്നോട് രഹസ്യമായിട്ട് വന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഒരു പ്രമോഷൻ കിട്ടുന്ന കാര്യമാ. കൈനീട്ടിയാട്ടാ രവിയെ ഞാൻ തന്നോളാം. പക്ഷെ അവന് ദേഹോദ്രം ഏൽപ്പിക്കരുത്. അവൻ നമ്മുടെ പയ്യന. നമ്മളുടെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്കറിയാവും. നമ്മൾ ഇതുവരെ യൂണിഫോം ഇട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. ദോഷം പറയുന്നില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാ അവനെ നമ്മൾ ദേഹോദ്രം ഏൽപ്പിക്കത്തില്ല. നമ്മൾ ഏറ്റു. ഐഡി സാറൊന്നും ഇല്ലയോ നബീസ ബേബി? ഇല്ല. നീ മോശക്കാരി അല്ലൂടി മോളെ. ഞാൻ മോളല്ല. നീ പിന്നെ ആരാ? ഈ കൊച്ചു നമ്മുടെ രവിയുടെ മോളാന്നു. അതെ. അവള് പിന്നെ എങ്ങനെയാ മോശക്കാരി ആകുന്നത്? അവൾ അച്ഛനാന്ന് സകല പോലീസുകാരെയും കാല് വെട്ടിച്ച് നടക്കുന്നവനാ. വേണ്ടി വന്ന ഓത്തായിട്ട് വരെ അവൻ മക്കളെയും. പിള്ളേരെല്ലാം കുരുത്തം കിട്ടങ്ങളായിപ്പോയി. നീയും രവിയുടെ മോനാന്നോടാ? നിന്റെ പേരെന്തുവാ? ഞാൻ പറയാം. പേര് പേരയ്ക്ക. നല്ല വിത്ത് തന്നെ. നീ മിടുക്കിയാണല്ലോടി മോളെ. ഞാൻ മോളല്ല. കേട്ടോ നബീസ ബേബി, എനിക്ക് ഈ പെൺകൊച്ചുങ്ങളോട് വലിയ ഇഷ്ടമാ. നമ്മുടെ മൂന്നാമത്തെ കെട്ടിലെ, അതായത് കായംകുളത്തുകാരി, ഇതുപോലൊരു പെൺകൊച്ചുണ്ടായിരുന്നു. ബഹു മിടുക്കിയ. ഈ പ്രായത്തില് വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. ചേട്ടൻ നീ എന്നെ കളിയാക്ക വന്നോ മോളെ? ഈ കൊച്ചിന്റെ മുഖത്തൊരു വളർച്ച കണ്ടു നബീസ ബേബി. ജലദോഷമാ. നല്ല പുളിച്ച മോര് കൊണ്ടുവന്ന് പുളിയാറിലിട്ട് കടുകൂർത്ത് കൊടുത്താൽ മതി.
എന്റെ ഒരു കൊച്ചിന് 2 പ്രാവശ്യം കൊടുത്തതേ ഉള്ളൂ. ആ ചത്തുപോയ കൊച്ചിനാണോ? അപ്പു, നീ വീട്ടിലോട്ട് പോ, അമ്മ അന്വേഷിക്കും. കാല് പറഞ്ഞ കുറെ പിള്ളേരുണ്ട്, തള്ളമാര് പെറ്റെടുത്ത് റൂട്ടിലേക്ക് ഇട്ടേക്കും, ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ. ഈ കൊച്ചുങ്ങൾ അങ്ങനെയുള്ളതൊന്നുമല്ല. അല്ല നബീസ ബീവി, അവൻ പറഞ്ഞത് കേട്ടില്ലയോ? ചത്ത കൊച്ചിനാണോ പുളിയാറിലെ കടുക് വറുത്ത് കൊടുത്തതെന്ന്. ചത്ത കൊച്ച് കായം കൊടുത്തുകാറ്റ കൊച്ച്, പുളിയാറിലെ കടുക് വറുത്ത് കൊടുത്തത് മൂവാറ്റുപുഴക്കാറ്റ കൊച്ച്. നിന്നെ ഞാൻ പെറ്റി കേസ് കേട്ടു, എടുത്ത കള്ളവേ പറയത്തുള്ളൂ. നബീസ ബീവി, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന്. അപ്പു, നീ എന്തിനാ വല്ലവരെയും കളിയാക്കുന്നത്? കൊച്ചുമ്മ, അയാളെ പോക്കറ്റില് മൂട്ടിനെ തപ്പിയപ്പോ ആള് വീണതാണ്, ഞാൻ ചവിട്ടി പിടിച്ചു. നീ കുറച്ച് അധികമായി പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം.